അനുഗ്രഹിക്കപ്പെട്ട നല്ല ഈ പ്രഭാതത്തിനായി ദൈവത്തെ സ്തുതിക്കുകയും വാഴ്ത്തുകയും ചെയ്യുന്ന നമ്മൾ കടന്നു വന്ന നിമിഷം വരെ ഈ സമയം വരെ നമുക്ക് ദൈവത്തിൻ്റെ സാന്നിധ്യം അനുഭവിക്കാനായിട്ട് ദൈവത്തിൻ്റെ വചനത്തിലൂടെ ദൈവം നമ്മളെ സഹായിച്ചു. ഞാൻ ചിന്തിക്കുകയായിരുന്നു, ദൈവത്തിൻ്റെ വചനം ശുശ്രൂഷിച്ചപ്പോഴൊക്കെയും നമ്മൾ കേട്ടതിൻ്റെ ആകത്തുക നമ്മൾ ദൈവത്തിൻ്റെ തൻ്റെ പുത്രൻ്റെ സ്വരൂപത്തോട് അനുരൂപരായിത്തീരണം, അല്ലെ തൻ്റെ തേജസ് പ്രാപിക്കണം. അതിനുവേണ്ടിയാണ് ദൈവം നമ്മളെ ആഗ്രഹിക്കുന്നത്. നമുക്കറിയാം, ഈ മനുഷ്യൻ പാപം ചെയ്തപ്പം മനുഷ്യൻ്റെ ജീവിതത്തിൽ നഷ്ടപ്പെട്ടു പോയത് 3 കാര്യമാണ്. ഏതെനിൽ അതായത് ദൈവത്തിൻ്റെ ജീവൻ നഷ്ടപ്പെട്ടു പോയി, ദൈവത്തിൻ്റെ തേജസ് നഷ്ടപ്പെട്ടു പോയി, ദൈവത്തോടുള്ള കൂട്ടായ്മ നഷ്ടപ്പെട്ടു പോയി. ഈ 3 കാര്യങ്ങളും തിരികെ തരുവാൻ വേണ്ടിയാണ് കർത്താവായ യേശു ക്രിസ്തു ഈ താണലോകത്തിലേക്ക് കടന്നു വന്ന് നമ്മളൊരുവിനെ പോലെ ത്യാഗം സഹിച്ച് ക്രൂശ് മരണം അനുഭവിച്ചതിൻ്റെ പ്രാഥമികമായ ലക്ഷ്യം ആ തേജസ്സിലേക്ക് നമ്മളെ മടക്കി കൊണ്ടുവരണം. കാരണം ഈ നഷ്ടപ്പെട്ടു പോയതെല്ലാം ക്രിസ്തുവിലൂടെയാണ് നമുക്ക് തിരികെ ലഭിക്കുന്നത്. അതിനുവേണ്ടിയാണ് ദൈവം നമ്മളെ വിളിച്ചതും വേർതിരിച്ചതും. അതിനുവേണ്ടി നമ്മൾ ആഗ്രഹിക്കുന്നത്. ഞാൻ ചിന്തിക്കാൻ ആഗ്രഹിക്കുന്ന ഒരു വാക്യം റോമാലേഖനം 7-ാം അധ്യായം. അതിനകത്ത് അകത്തെ മനുഷ്യനും പുറത്തെ മനുഷ്യനും തമ്മിലുള്ള ഒരു കാര്യത്തെക്കുറിച്ചാണ്. അത് നമ്മൾ തകർച്ച അനുഭവിക്കേണ്ട, അതിലൂടെയാണ് ദൈവത്തിൻ്റെ ജീവൻ നമ്മളിലൂടെ പുറപ്പെടാനായിട്ട് കഴിയത്തുള്ളൂ. അതായത് അപ്പോസ്തലനായ പൗലോസ് റോമാലേഖനത്തിൽ എഴുതുന്ന ഒരു വാക്യമുണ്ട്. അതിൻ്റെ 22-ാമത്തെ വാക്യം, 7:22. ഉള്ളം കൊണ്ട് ഞാൻ ദൈവത്തിൻ്റെ ന്യായപ്രമാണത്തിൽ രസിക്കുന്നു, എങ്കിലും എൻ്റെ ബുദ്ധിയുടെ പ്രമാണത്തോട് പോരാടുന്ന വേറൊരു പ്രമാണം ഞാൻ എൻ്റെ അവയവങ്ങളിൽ കാണുന്നു. അത് എൻ്റെ അവയവങ്ങളിലുള്ള പാപപ്രമാണത്തിന് എന്നെ വ്യക്തനായി കളയുന്നു. അയ്യോ, ഞാൻ അരിഷ്ട മനുഷ്യൻ, ഈ മരണത്തിനധീനമായ ശരീരത്തിൽ നിന്നെ ആറ് വിടുവിക്കും. നമ്മുടെ കർത്താവായ യേശു ക്രിസ്തു മുഖാന്തരം ദൈവത്തിന് സ്തോത്രം. ഇവിടെ ഉള്ളം കൊണ്ട്, അവിടെ വായിക്കുന്നത്, ഉള്ളം കൊണ്ട് ദൈവത്തിൻ്റെ ന്യായപ്രമാണത്തിൽ രസിക്കുന്നു. നമ്മൾ കേട്ടപ്പോൾ ഒരു കാര്യം, സഹോദരൻ പറഞ്ഞപ്പോൾ ഒരു കാര്യം പറഞ്ഞു കേട്ടു. പലരും ചോദിക്കുന്നൊരു കാര്യം, ആത്മാവിൽ നിന്നും ജഡത്തിൽ നിന്നും പുറപ്പെടുന്നതിനെ വേർതിരിച്ചറിയുന്നില്ല, എങ്ങനെ തിരിച്ചറിയുന്നതെന്ന്. ആത്മാവിൽ നമ്മൾ കർത്താവായ യേശു, ഞാൻ ഒരു കാര്യം ഇതിനൊക്കെ തെളിയിക്കാൻ ഒരു കാര്യം പറയേണ്ടത്. അതായത് നമ്മൾ യോഹന്നാൻ്റെ സുവിശേഷം 3-ാം അധ്യായത്തിൽ കർത്താവായ യേശു ക്രിസ്തു നിക്കോദെമോസിനോട് പറഞ്ഞൊരു കാര്യമുണ്ട്. വീണ്ടും ജനിക്കുന്നില്ലെങ്കിൽ ദൈവരായി കാണാൻ കഴിയത്തില്ല. പിന്നെ പറയുന്നു, വെള്ളത്താലും ആത്മാവിനാലും ജനിക്കുന്നില്ലെങ്കിൽ ദൈവരായത്തിൽ കടക്കാൻ കഴിയുന്നില്ല. ഈ വീണ്ടും ജനിക്കുക എന്ന് പറഞ്ഞാൽ ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവിലാണ് ജനിക്കുന്നത്. ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവിൽ ജനിക്കുന്ന ഒരുവന് ദൈവികമായ പ്രകൃതമാണ് ലഭിക്കുന്നത്, ദൈവിക സ്വഭാവമാണ് ലഭിക്കുന്നത്. ഇത് നമ്മൾ ആദ്യം മനസ്സിലാക്കണം. കാരണം ആത്മാവിൻ്റെ സ്വഭാവമാണ്. കർത്താവായ യേശു ക്രിസ്തു ജനിച്ചതും എങ്ങനെയാണ് ജനിച്ചത്? ആത്മാവിലാണ്, കന്യകയിൽ അവിടുന്ന് ഉരുവായത്. നമ്മളും വീണ്ടും ജനിക്കപ്പെടുമ്പോഴും അതേ ആത്മാവിൽ തന്നെയാണ് നമ്മളും ഉരുവാകുന്നത്. ഈ യാഥാർത്ഥ്യം നമ്മളെപ്പോഴും മനസ്സിലാക്കണം. അവിടെ ആത്മാവിൽ ജനിക്കുന്ന ഒരു വ്യക്തിക്ക് മാത്രമേ ആത്മാവാകുന്ന ക്രിസ്തുവിൽ നിന്ന് കാര്യങ്ങളെ ഗ്രഹിപ്പാനായിട്ട് കഴിയത്തുള്ളൂ. ജഡത്തിൽ ജനിച്ചത് ജഡമാകുന്ന ദൈവത്തിൻ്റെ വചനം പറയുന്നത്. ആത്മാവിൽ ജനിച്ചൊരു വ്യക്തി, ആത്മാവിൽ ജനിച്ച ഒരു വ്യക്തിയുടെ പ്രത്യേകത അല്ലെങ്കിൽ പ്രകൃതം, അത് ക്രിസ്തുവിൻ്റെ പ്രകൃതം തന്നെയാണ്. നമുക്കറിയാം, ആദാമിൽ ജനിച്ച വ്യക്തിയുടെ പ്രകൃതം ആദാമിൻ്റെ പ്രകൃതം തന്നെയാണ്. അത് വളരെ വ്യക്തമായിട്ട് നമുക്ക് തിരിച്ചറിയാം. അവിടെ ആദാമിൻ്റെ പ്രകൃതം എന്താ? ആദാം ചെയ്ത എല്ലാ പാവപ്രവൃത്തിയിലേക്കാണ് നമ്മളെ നയിക്കുന്നത്. എന്നാൽ ആത്മാവിൽ ജനിക്കുന്ന ഒരു വ്യക്തി വ്യത്യാസമുണ്ട്. ആത്മാവിൽ ജനിക്കുക എന്ന് പറഞ്ഞാൽ നമ്മുടെ ജനനത്തിന് തന്നെ ഒരു മാറ്റമുണ്ട്, നമ്മുടെ ഹൃദയത്തിൽ തന്നെ ഒരു വ്യത്യാസം. പൗലോസ് പറഞ്ഞൊരു കാര്യം ഇവിടെ പറഞ്ഞ ഞാൻ ബുദ്ധിയുടെ പ്രമാണത്തോട് പോരാടുന്ന വേറൊരു പ്രമാണം ഞാൻ എൻ്റെ അവയവങ്ങളിൽ കാണുന്നു. നമുക്കറിയാം, നമുക്ക് പലപ്പോഴും ദൈവത്തെ സ്നേഹിക്കണം, ദൈവത്തിൻ്റെ കൽപ്പന അനുസരിക്കണം, മറ്റുള്ളവരെ കരുതണം, ഭർത്താക്കന്മാർക്ക് കീഴടങ്ങണം, എല്ലാവരെയും കരുതണം, ഇതൊക്കെ നമ്മൾ ആഗ്രഹിക്കുന്നു. നമ്മുടെ പ്രവർത്തന ഫലങ്ങളിൽ പലപ്പോഴും അത് വേണ്ട വിധത്തിൽ അങ്ങ് പുറത്തേക്ക് വരുന്നില്ല. അതിൻ്റെ കാരണം എന്താ? യഥാർത്ഥത്തിൽ നമ്മുടെ ഈ ആത്മാവിൻ്റെ ജീവൻ്റെ ചാൽ ഒഴുകാതിരിക്കാനായിട്ട് തടസ്സപ്പെടുന്ന ഒന്നാണ് നമ്മുടെ ജഡം. ഇത് നമ്മൾ മനസ്സിലാക്കണം. കാരണം എല്ലാവരും വീണ്ടും ജനിക്കപ്പെട്ടുണ്ട്, എല്ലാവരും ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവിനെ എല്ലാവരുടെ ഉള്ളിലുണ്ട്. പക്ഷേ വേണ്ട വിധത്തിൽ ആത്മാവിനുള്ള സ്വാതന്ത്ര്യത്തിലേക്ക് നമുക്ക് വരാനായിട്ട് കഴിയുന്നില്ല. അതിൻ്റെ കാരണം എന്താണെന്ന് വെച്ചാൽ, അതിനുവേണ്ടിയാണ് ദൈവം വിവിധ സാഹചര്യങ്ങളും വിവിധ ചുറ്റുപാടുകളും വിവിധ പ്രതികൂലങ്ങളൊക്കെ നമുക്ക് ഒരുക്കുന്നതിൻ്റെ കാരണം എന്ന് വെച്ചാൽ, നമ്മളെ ഒന്ന് തകർക്കണം, നമ്മളെ തകർത്ത് തരിപ്പണമാക്കി നമ്മളിലുള്ള എല്ലാ അംശത്തെയും അവിടുന്ന് മാറ്റിയിട്ട് വേണം ദൈവിക അംശം നമ്മളിലേക്ക് കൊണ്ടു ചേർക്കാനായിട്ട്. അതായത് നമ്മുടെ
ഈ ആത്മാവ് തന്നെ വേണം നമ്മുടെ ബുദ്ധിയെയും നമ്മുടെ ഇച്ഛയും നമ്മുടെ ദേഹിയൊക്കെ നിയന്ത്രിക്കേണ്ട പരിശുദ്ധാത്മാവായിരിക്കണം. എന്നാൽ നമ്മളിപ്പോൾ നമ്മളെ തന്നെ കാണാൻ കഴിയാം, ചില സമയത്ത് നമ്മളെ നിയന്ത്രിക്കുന്ന മുഴുവൻ നമ്മുടെ ജഡമാണ്. ആത്മാവിന് യാതൊരു ഒരു പ്രവൃത്തി ഇവിടെ കാണുന്നില്ല. അതിന്റെ കാരണം എന്താ? നമ്മൾ ജഡത്തിൽ ശക്തരായിരിക്കുന്നത്. അപ്പോസ്തലനായ പൗലോസ് നമ്മൾ ഈ എഫേസ്യ ലേഖനം 3-ാം അധ്യായത്തിൽ വരുമ്പം താനൊരു കാര്യം ഇവിടെ പറഞ്ഞിട്ടുണ്ട്. എഫേസ്യ ലേഖനം 3-ാം അധ്യായം അതിൻ്റെ 16-ാമത്തെ വാക്യം, 3-ന്റെ 16-ാമത്തെ വാക്യം. എഫേസ്യ ലേഖനം 3-ന്റെ 16 ഇങ്ങനെ എഴുതിയിരിക്കുന്നത്, അവൻ തൻ്റെ മഹത്വത്തിൻ്റെ ധനത്തിനൊത്തവണ്ണം അവൻ്റെ ആത്മാവിന നിങ്ങളുടെ അകത്തെ മനുഷ്യനെ സംബന്ധിച്ച് ശക്തിയോടെ ബലപ്പെടണം. ഇവിടുത്തെ വിഷയം എന്താ? അവിടുത്തെ മഹത്വത്തിന് ധനത്തിന് ഒത്തവണ്ണം അവിടുത്തെ ആത്മാവിനെ നമ്മുടെ അകമയുള്ള മനുഷ്യൻ ശക്തിയോടെ ബലപ്പെടണം. ഈ ശക്തിയോടെ അകത്തെ മനുഷ്യന് ബലപ്പെടാൻ കഴിയാതിരിക്കുന്നതിന് കാരണം പുറത്തെ മനുഷ്യന് നമ്മൾ ആവശ്യത്തിലധികം ഭക്ഷണം കൊടുത്ത് അതിനെ തീറ്റിപ്പോറ്റി, അതായത് കോപിക്കാനും മോഹിക്കാനും പരാതിപ്പെടാനും പിറുവിറുക്കാനും അസ്വസ്ഥപ്പെടാനും നുണ പറയാനും ഉള്ള താല്പര്യങ്ങളൊക്കെ വരുമ്പോൾ നമ്മൾ അതിനെ അങ്ങനെ തീറ്റിപ്പോറ്റി വെച്ചുകൊണ്ടിരിക്കുന്നതുകൊണ്ട് നമുക്ക് ഈ ആത്മാവിൻ്റെ ആ ഒഴുക്ക് പുറത്തേക്ക് വരുന്നില്ല. ഇത് തടഞ്ഞു വെക്കുന്നത് ഈ ജഡമാണ്. ഇവിടെ തകർക്കാനായിട്ടാണ് ദൈവം നമ്മളെ പല പരീക്ഷകളിലൂടെ, പല ശോധനയിലൂടെ, പല വ്യക്തികളിലൂടെ, പല സാഹചര്യങ്ങളിലൂടെ നമ്മളെ കടത്തി വിടുന്നത്. നമ്മൾക്കറിയാം, നമ്മുടെ കുടുംബജീവിതത്തിൽ തന്നെ വ്യക്തിത്വ സ്വഭാവമുള്ള 2 പേരെ ദൈവം ഒന്നാക്കി തീർക്കാൻ ആഗ്രഹിക്കുന്നത്. കാരണം എൻ്റെ കടുപ്പമേറിയ ഹൃദയത്തെക്കുറിച്ച് ഇവിടെ ഇരിക്കുന്ന നിങ്ങളെക്കാളൊക്കെ വ്യക്തമായിട്ട് അറിയാവുന്ന കർത്താവായ യേശു ക്രിസ്തുവിനാണ്. അപ്പോൾ എന്നെ തകർക്കാൻ പറ്റണമെങ്കിൽ അതുപോലെ പറ്റിയൊരാളെ വേണം എന്നോട് കൂട്ടിച്ചേർക്കാൻ. അതിലൂടെയാണ് എന്നെ തകർത്തെടുക്കുന്നത്. കാരണം ദൈവത്തിന് നമ്മളെ എല്ലാവരെയും ഇങ്ങനെ റെഡിമെയ്ഡ് ആക്കി ഇരുത്തിയാൽ പോരാ. നമ്മളെല്ലാവരിലൂടെ കൂടെ ദൈവത്തിൻ്റെ ഒരു പ്രവൃത്തി ചെയ്യാനായിട്ട് ആഗ്രഹമുണ്ട്. കാരണം ദൈവത്തിൻ്റെ നമ്മളൊരു പ്രവൃത്തിയാണെങ്കിൽ ദൈവത്തിൻ്റെ കരങ്ങളിൽ ഒരു ഇണങ്ങിയ ആയുധമായി നമ്മൾ തീരണം. ഇപ്പം നമുക്ക് പലപ്പോഴും നമ്മുടെ കഴിവും നമ്മുടെ ശക്തിയും നമ്മുടെ യുക്തിയും ഒക്കെ ഉണ്ട് ദൈവവചനം സംസാരിക്കാനും ദൈവവചനം മറ്റുള്ളവർ പറഞ്ഞു കൊടുക്കാനും ഒക്കെ. പക്ഷെ അതിനൊക്കെ ഒരു പരിധിയേ ഉള്ളൂ. എന്നാൽ ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവിനാൽ തകർച്ച അനുഭവിച്ച ഒരു വ്യക്തിയിൽ, തകർന്ന ഒരു വ്യക്തിയിലൂടെ പരിശുദ്ധാത്മാവിൻ്റെ ഒരു പ്രവൃത്തി ചെയ്യുമ്പോൾ മാത്രമേ അത് കേൾക്കുന്ന വ്യക്തിയിലേക്ക് രൂപാന്തരപ്പെടുത്താനായിട്ട് കഴിയുള്ളൂ. അത് നമ്മുടെ ദൈനംദിന ജീവിതത്തിൽ അത് പ്രായോഗികമായിട്ട് നമ്മൾ നടക്കേണ്ട കാര്യമുണ്ട്. അതിനുവേണ്ടിയാണ് ദൈവം എന്നെ ഉപയോഗിക്കുന്നത്. ഞാൻ ആലോചിച്ച് ചോദിക്കുന്നത്, നമ്മുടെ മോശയെ നമ്മൾ ചിന്തിക്കുകയാണെങ്കിൽ, മോശം ഇസ്രായേലിലെ സകല ജ്ഞാനവും വിദ്യയും എല്ലാ അഭ്യാസവും തികഞ്ഞൊരു മനുഷ്യനാണ്, പഠിച്ചൊരു മനുഷ്യനാണ്. ഒരു ദിവസം താൻ കടന്നില്ല. എന്തിനു വേണ്ടി കടന്നിരുന്ന? സഹോദരന്മാരുടെ ക്ഷേമം കാണാനായിട്ട് കടന്നു വരുമ്പോൾ ഒരു മിസ്രൈമിനും ഒരു എബ്രയനും തമ്മിൽ അടിയുണ്ടാക്കി. ഒറ്റയടിക്ക് മോശ എന്ത് ചെയ്ത് തന്നെ അവിടുന്ന് കൊന്ന് മണലിനകത്ത് ശവോടക്കം നടത്തി. എൻ്റെ ഭാഷ പറഞ്ഞാലും ഈ മോശ പിറ്റേ ദിവസം കടന്നു വരുമ്പോൾ 2 എബ്രയന്മാർ 2 ഇസ്രായേൽ തന്നെ തമ്മിലാണ് കച്ചറുണ്ടാക്കുന്നത്. അപ്പോൾ അവർ ചോദിച്ചു, ഇന്നലെ നീ ഒരു മിസ്രൈമിനെ കൊന്നതുപോലെ ഞങ്ങളെ കൊല്ലാനാണോ വരുന്നത് ചോദിച്ചു. മോശ എന്ത് ചെയ്ത് ഇത് കേട്ടിട്ട് മിസ്രൈം വിട്ടിട്ട് ഓടിപ്പോയി ഫറവോനെ ഭയന്ന്. അങ്ങനെ മിദ്യാൻ ദേശത്ത് ചെന്ന് 40 വർഷം മോശയുടെ ജീവിതത്തിൽ നോക്കുകയാണെങ്കിൽ 40 വർഷം കൊട്ടാരത്തിൽ, 40 വർഷം മരുഭൂമിയിൽ. കാരണം ദൈവത്തിന് മോശയെ ഉപയോഗിക്കണം. പക്ഷെ മോശയെ ദൈവത്തിന് ഉപയോഗിക്കണമെങ്കിൽ മോശയുടെ ശക്തി മുഴുവൻ ചോർന്നു പോകണം. മോശയുടെ ശക്തി ചോർന്നു പോയാലേ മോശയെ ദൈവത്തിന് ഉപയോഗിക്കാനായിട്ട് കഴിയത്തുള്ളൂ. ഇവിടെ ചെന്ന് മിദ്യാൻ ദേശത്ത് ചെന്നു. നമുക്കറിയാം, അതെൻ്റെ ഹിത്രോൻ്റെ മകളെ വിവാഹം കഴിച്ചു. താൻ അവിടെ ആടുകളെ മേയിച്ചു. അങ്ങനെ ഓരോന്ന ദൈവത്തിൻ്റെ പർവ്വതമായ അവിടെ വരെ എത്തി. ഒരു മുൾപ്പറപ്പ് കത്തുന്ന കണ്ടു. അപ്പോൾ അവിടെ നിന്ന് ദൈവം മോശയോട് സംസാരിക്കുന്നു. അപ്പം മോശ പറഞ്ഞൊരു കാര്യമുണ്ട്, ഞാൻ വളരെ തടിച്ച് നാളൊരു മനുഷ്യൻ, എന്നെക്കൊണ്ട് ഇതൊന്നും കഴിയത്തില്ല. കാരണം എന്നെക്കൊണ്ട് കഴിയത്തില്ലെന്ന് പറയുന്ന ഒരു വ്യക്തിയെ കൊണ്ട് മാത്രമേ ദൈവത്തിന് വല്ല കാര്യവും ചെയ്യാനായിട്ട് കഴിയുള്ളൂ. കഴിയുമെന്ന് ഒരാൾക്ക് തോന്നിയാൽ അവനെ കൊണ്ട് ഒന്നും ചെയ്യാനായിട്ട് ദൈവത്തിന് കഴിയത്തില്ല. മോശയെ തകർത്ത് ഉടച്ച് ഞുറുക്കി. ഞാൻ ചിന്തിക്കുന്നു, ഇസ്രായേൽ ജനങ്ങളെ 40 ദിവസം കൊണ്ട് മരുഭൂമിയിൽ കനാലിലെത്തിക്കേണ്ടതായിരുന്നു. പക്ഷേ ഈ 40 വർഷം അവർ കിടക്കാനായിട്ട് ഇടയായി തന്നു. കാരണം 40 വർഷം ഒരു മോശ പരുവായി തീരേണ്ടത് ആവശ്യമുണ്ട്. അതുകൊണ്ടാണ് അത്രയും ദീർഘിക്കാനായിട്ട് ഇടയായി തീർന്നതെന്ന് ഞാൻ വിശ്വസിക്കുന്നു. കാരണം മോശയെ പരുവാക്കിയില്ലെങ്കിൽ നമുക്കറിയാം, ഞാൻ സമയത്തിൻ്റെ പരിമിതി കൊണ്ട് ചുരുക്കം പറയണം. മോശ കടന്നു ചെന്ന സമയത്ത് നമുക്കറിയാം, മോശ അവരെ വിടുവിച്ച് കനാലിലേക്ക് കൊണ്ടുപോയി. മോശ അവർക്കെതിരെ പിറുപിറുത്ത് പരാതിപ്പെട്ടു. ആ സമയത്തൊക്കെ മോശ ചെയ്ത കാര്യം എന്താ? മോശ കമന്നു വീണു. മോശയോട് ദൈവം പറഞ്ഞു, ഞാൻ ഇവരെ നശിപ്പിച്ചിട്ട് ഞാൻ നിന്നെ വലിയൊരു ജാതിയാക്കാന്ന് പറഞ്ഞു. മോശ പറഞ്ഞെന്താ? ഒരിക്കലും പാടില്ല, എന്നെ വേണം നീ നശിപ്പിച്ചോ. ആ ഒരു തലത്തിലേക്ക് ഞാൻ
പരുവപ്പെടണം. ആ ഒരു തലത്തിലേക്ക് ഞാൻ ദൈവത്തിന് ഉപയോഗമുള്ളൊരു പാത്രമായിട്ട്, വെടിപ്പുള്ളൊരു പാത്രമായിട്ട് തീരേണ്ടത് ആവശ്യമുണ്ട്. നമ്മളിവിടെ കാണാൻ കഴിഞ്ഞൊരു കാര്യം, നമ്മുടെ അകമയുള്ള മനുഷ്യൻ ശക്തിയോടെ ബലപ്പെടണം. നമ്മുടെ അകമയുള്ള മനുഷ്യൻ ശക്തിയോടെ ബലപ്പെടാൻ വേണ്ടിയിട്ട് ദൈവം നമ്മളെ പല സാഹചര്യങ്ങളിലൂടെ, പല കഷ്ടങ്ങളിലൂടെ, പല നഷ്ടങ്ങളിലൂടെ, പല വേദനകളിലൂടെ ദൈവം കടത്തിവിടും. അവിടെയാണ് നമ്മളെ തകർക്കാനായിട്ട്, നമ്മളെ തകർക്കുന്നിടത്ത് മാത്രമാണ് ദൈവമേ ഞാനൊന്നുമില്ല, നമ്മൾ സീറോയിൽ നിന്ന് പറയുന്നിടത്ത് മാത്രമേ ദൈവത്തിൻ്റെ ഒരു പ്രവൃത്തി നമ്മൾ തുടങ്ങാനായിട്ട് ദൈവത്തിന് കഴിയത്തുള്ളൂ. നമ്മൾ തുടർന്ന് വായിക്കുമ്പോൾ കൊലോസ്യ ലേഖനത്തിൽ നമ്മൾ വരുമ്പം, ഈ കൊലോസ്യ ലേഖനം നമ്മൾ വായിക്കും, അതിൻ്റെ അകത്തൊരു കാര്യം വായിക്കുന്നുണ്ട്. കൊലോസ്യ ലേഖനത്തിലെ അതിൻ്റെ 1:11, കൊലോസ്യ ലേഖനം 1:11, നമ്മളിവിടെ സഹിഷ്ണുതയെക്കുറിച്ചൊക്കെ നേരത്തെ സഹോദരൻ പറഞ്ഞപ്പോൾ നമ്മൾ കേട്ടൊരു കാര്യം, അവിടെ പറഞ്ഞിരിക്കുന്ന ഒരു കാര്യമാണ്. അതിൻ്റെ 1:11, സകല സഹിഷ്ണുതയ്ക്കും ദീർഘക്ഷമയ്ക്കുമായി അവൻ്റെ മഹത്വത്തിൻ്റെ വല്ലഭത്വത്തിന് ഒത്തവണ്ണം പൂർണ്ണ ശക്തിയോടെ ബലപ്പെടണം. സഹിഷ്ണുതയ്ക്ക് അതിൻ്റെ നമ്മൾ പൂർണ്ണ ശക്തിയോടെ ബലപ്പെടണം. മോശയെക്കുറിച്ച് പറഞ്ഞ മോശ ഭൂതലത്തിലുള്ള സകല മനുഷ്യനേക്കാൾ സൗമ്യതയുള്ളവനായി തീർന്നു. എങ്ങനെ ആയിത്തീർന്നേ? ദൈവം തന്നെ കടത്തിവിട്ട വഴികളിലൂടെയാണ് ആ സൗമ്യത പഠിച്ചത്. അല്ലാതെ വെറുതെയല്ല. നമ്മൾ സൗമ്യതയായി തീരാനായിട്ട് ദൈവം നമ്മളെ പല വഴികളിലൂടെ കടത്തിവിടും. നമ്മൾ അതുപോലെ തന്നെ നമ്മൾ വായിക്കുന്നുണ്ട്, ഈ കൊരിന്ത്യർ ലേഖനം 4:16 നമ്മൾ വായിക്കുമ്പോൾ അതിനകത്തൊരു കാര്യം നമുക്ക് കാണാൻ കഴിയും. കൊരിന്ത്യർ ലേഖനം 2 കൊരിന്ത്യർ ലേഖനം അതിൻ്റെ 4:16 വാക്യം. 2 കൊരിന്ത്യർ ലേഖനം 4:16. അതുകൊണ്ട് ഞങ്ങൾ അധൈര്യപ്പെടാതെ ഞങ്ങളുടെ പുറമേയുള്ള മനുഷ്യൻ ക്ഷയിച്ചു പോകുന്നു, എങ്കിലും ഞങ്ങളുടെ അകമേയുള്ളവൻ നാൾക്ക് നാൾ പുതുക്കം പ്രാപിക്കുന്നു. ഞൊടി നേരത്തേക്കുള്ള ഞങ്ങളുടെ ലഘുവായ കഷ്ടം അത്യന്തം അനവധിയായ തേജസ്സിൻ്റെ നിത്യഘനം ഞങ്ങൾക്ക് കിട്ടുവാൻ ഹേതുവാകുന്നു. കാണുന്നതിനെയല്ല കാണാത്തതിനെ അത്ര ഞങ്ങൾ നോക്കിക്കൊണ്ടിരിക്കുന്നത്. കാണുന്നതൊക്കെ താൽക്കാലികം, കാണാത്തതൊക്കെ നിത്യമാകുന്നു. ഇവിടെ പറഞ്ഞിരിക്കുന്ന അതുകൊണ്ട് ഞങ്ങളുടെ പുറമേയുള്ള മനുഷ്യൻ എന്ന് പറഞ്ഞാൽ എന്താ? നമ്മൾ ഈ പുറമേ കാണുന്ന ഈ ശരീരമല്ല, അതാദ്യം നമ്മൾ മനസ്സിലാക്കണം. നമ്മുടെ ജഡത്തെക്കുറിച്ച് നമ്മൾ മനസ്സിലാക്കണം. ജഡമെന്ന് പറയുന്നത് നമ്മുടെ ഇച്ഛയും നമ്മുടെ വികാരങ്ങളും. നമുക്കറിയാം ജഡത്തിൻ്റെ പ്രവൃത്തിയാണ്, ജഡത്തിലുണ്ടാകുന്ന പല കാര്യങ്ങളാണ് ശരീരത്തിലൂടെ പ്രവൃത്തിയായിട്ട് പുറകോട്ട് പോകുന്നത്. അതുകൊണ്ടാണ് നമ്മൾ റോമാലേഖനത്തിൽ വായിക്കുന്നത്, ആത്മാവിനാൽ ശരീരത്തിൻ്റെ പ്രവൃത്തികളെ മരിപ്പിക്കുന്നെങ്കിൽ നിങ്ങൾ ജീവിക്കും നിശ്ചയം. ഈ റോമാലേഖനം നമ്മൾ വായിക്കുമ്പം ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവിനെ കുറിച്ച് എത്രയോ കൂടുതൽ, ലേഖനത്തിൽ ഏറ്റവും കൂടുതൽ പരിശുദ്ധാത്മാവിനെ കുറിച്ച് പരാമർശിച്ചിട്ടുള്ള ഒരു അധ്യായം 8-ാം അധ്യായത്തിലാണ്. ഞാനൊരു 14 പ്രാവശ്യമെങ്കിലും അവിടെ ശ്രദ്ധിച്ച് നോക്കുന്നുണ്ട്. 14 അതിൽ കൂടുതൽ കാണാൻ സാധ്യതയുണ്ട്. ഞാൻ പറഞ്ഞതിൻ്റെ കാരണം, ഈ അവിടെ ഒരു കാര്യം പറയുന്നുണ്ട്, ജഡത്തിൻ്റെ ബലഹീന നിമിത്തം ന്യായപ്രമാണത്തിന് കഴിയാത്തതിനെ സാധിപ്പാൻ ദൈവം തൻ്റെ പുത്രനെ പാവജഡത്തിൻ്റെ സാദൃശ്യം ധരിച്ച് പാവജഡത്തെ സാദൃശ്യം പാപത്തെ ജഡത്തിൽ ശിക്ഷ വിധിച്ചു. അവിടെ പറഞ്ഞിരുന്ന ഈ ജഡത്തിൻ്റെ ബലഹീനത എന്ന് പറയുമ്പം ഈ ന്യായപ്രമാണം കൊടുത്തത് യഹൂദന്മാർക്കായിരുന്നു. യഹൂദന്മാർക്ക് 6 അടി ഉയരമുള്ള മനുഷ്യൻ, നല്ല ശക്തിയും കഴിവും ആരോഗ്യമുള്ള മനുഷ്യനാണ്. എന്ന് വെച്ചാൽ അവർക്ക് കഴിവില്ലായിരുന്നെന്ന് പറഞ്ഞാൽ അവരുടെ ശരീരത്തിന് കഴിവില്ലായിരുന്നെന്നാണ് അതിൻ്റെ അർത്ഥം. അല്ല, ഈ ന്യായപ്രമാണം അനുസരിക്കുവാൻ തക്കോണം അവർ പ്രാപ്തരല്ലായിരുന്നു. ഈ ന്യായപ്രമാണം നമ്മളെ കാണിച്ചൊരു കാര്യം എന്തായിരുന്നു? ശരിക്ക് നമ്മൾ ബലഹീനരാണ്. ഏത് ദൈവീയ കാര്യങ്ങളെ ചെയ്യുന്ന കാര്യത്തിന് നമ്മളെ കൊണ്ട് കഴിയത്തില്ലെന്ന ന്യായപ്രമാണം കാണിച്ചത്. ന്യായപ്രമാണത്തിലൂടെ നമുക്കറിയാം പാപത്തിൻ്റെ പരിജ്ഞാനം. ന്യായപ്രമാണം ഒരിക്കലും തെറ്റല്ല, ന്യായപ്രമാണം നല്ലതായിരുന്നു, അത് വിശുദ്ധമാണെന്നാ ദൈവത്തിൻ്റെ വചനം പറഞ്ഞത്. ന്യായപ്രമാണം അല്ല കുഴപ്പക്കാരൻ. പിന്നെ അവിടെ പൗലോസ് പറഞ്ഞിരിക്കുന്നത്, എന്നിൽ വസിക്കുന്ന പാവമത്രേ, പാവമാ കുഴപ്പം. ഇപ്പം ഞാൻ തെറ്റ് ചെയ്യുന്നു, ന്യായപ്രമാണം എന്ത് ചെയ്യുന്നു? കല്ലെറിയുന്നു. ന്യായപ്രമാണമാണോ കല്ലെറിയുന്നത്? അല്ല, പാവം ന്യായപ്രമാണത്തെ കൊണ്ട് എന്നെ കല്ലെറിയിക്കുക ചെയ്യുന്നത്. അതാണ് നമ്മൾ ദൈവത്തിൻ്റെ വേണ്ടി കാണുന്നത്. അവിടെ 2-3 ഒരു മനുഷ്യൻ തെറ്റ് ചെയ്താൽ 2-3 പേരെ സാക്ഷ്യത്തിൽ ആ വ്യക്തി എന്ത് ചെയ്യണം? കല്ലെറിഞ്ഞു കൊള്ളണമെന്ന് പറഞ്ഞിരിക്കുന്നത്. അപ്പം ഞാൻ പാപം ചെയ്യുന്നു, പാപമാണ് എന്നെ ന്യായപ്രമാണത്തെ കൊണ്ട് കല്ലെറിയിപ്പിക്കുന്നതിൻ്റെ കാരണം. ന്യായപ്രമാണം ഒരിക്കലും തെറ്റല്ല, അത് നമ്മൾ മനസ്സിലാക്കണം. കർത്താവ് പറഞ്ഞ് ന്യായപ്രമാണത്തെയും പ്രവാചകന്മാരെയും നീക്കാനല്ല ഞാൻ വന്നേ, അത് നിവർത്തിക്കാൻ അത്ര വന്നേ. അപ്പം നമ്മുടെ ഉള്ളിൽ ഈ ന്യായപ്രമാണത്തിലൂടെ നമുക്ക് കണ്ട കാര്യം, പൗലോസ് പറഞ്ഞ ന്യായപ്രമാണം ഇല്ലെങ്കിൽ ഞാൻ മോഹം പാപമാണെന്ന് എങ്ങനെ അറിയുന്നത്?
പത്ത് കൽപ്പനയ്ക്കകത്ത് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു വിഷയമാണ് മോഹം. ഇതെവിടെയുള്ള സംഭവമാണ്? നമ്മുടെ ഉള്ളിലുള്ള സംഭവമാണ്. അപ്പോൾ ഈ ഉള്ളിലുള്ള സംഭവത്തെ കൈകാര്യം ചെയ്യണമെങ്കിൽ അതെവിടുന്ന് കഴിയുന്നത്? ന്യായപ്രമാണത്തിന് കഴിയത്തില്ല. അതിനാണ് ന്യായപ്രമാണത്തിന് കഴിയാത്തതിനെ സാധിപ്പാൻ ദൈവം തൻ്റെ പുത്രനെ പാപജഡത്തിൻ്റെ സാദൃശ്യവും പാപനിമിത്തം വെച്ച് പാപത്തെ ജഡത്തിൽ ശിക്ഷ വിധിച്ചു. എന്ന് വെച്ചാൽ എൻ്റെ പാപത്തെ യേശുവിൻ്റെ ജഡത്തിൽ ശിക്ഷ വിധിച്ചു. അതാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. അതുകൊണ്ട് ജഡത്തെയല്ല നിങ്ങൾ ഈ അനുസരിച്ച് നടക്കേണ്ടത്, ആത്മാവിനെ അനുസരിച്ചത്രേ നടപ്പിൻ എന്ന് ദൈവത്തിൻ്റെ വചനം പറയുന്നത്. അപ്പം നമ്മൾ ദൈനംദിന ജീവിതത്തിൽ ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവിനെ അനുസരിച്ച് നമ്മൾ നടക്കുന്നെങ്കിൽ മാത്രമേ ദൈവത്തിൻ്റെ ജീവൻ നമുക്ക് പ്രാപിപ്പാനായിട്ടും ആ ജീവൻ്റെ വ്യാപ്തിയിലേക്ക് നമുക്ക് കടന്നു വരാനായിട്ടും ആ ജീവൻ മറ്റുള്ളവരിലേക്ക് ഒഴുകി ചെല്ലാനായിട്ടും ഇടയായിത്തീരുള്ളൂ. അതിന് നമ്മൾ ഒത്തിരി മരണം സഹിക്കേണ്ടതുണ്ട്. നമ്മൾ അതുപോലെ തന്നെ 2 കൊരിന്ത്യർ ലേഖനം 4-ാം അധ്യായം അതിൻ്റെ 7-8 വാക്യങ്ങൾ വായിക്കാം. 2 കൊരിന്ത്യർ 4-ന്റെ 7-8. അതിൻ്റെ 7-8 വാക്യം. എങ്കിലും ഞങ്ങളുടെ ഈ അത്യന്ത ശക്തി ഞങ്ങളുടെ സ്വന്തം എന്നല്ല, ദൈവത്തിൻ്റെ ദാനമത്രേ. ആയി വരേണ്ടതിന് ഈ നിക്ഷേപം ഞങ്ങൾ മൺപാത്രങ്ങളാകുന്നു ഉള്ളത്. ഞങ്ങൾ സകല വിധത്തിലും കഷ്ടം സഹിക്കുന്നവരെങ്കിലും ഇടുങ്ങിയിരിക്കുന്നില്ല, ബുദ്ധിമുട്ടുന്നവരെങ്കിലും നിരാശപ്പെടുന്നില്ല, ഉപദ്രവം അനുഭവിക്കുന്നവരെങ്കിലും ഉപേക്ഷിക്കപ്പെടുന്നില്ല, വീണ് കിടക്കുന്നവരെങ്കിലും നിരാശപ്പെടുന്നില്ല. യേശുവിൻ്റെ ജീവൻ ഞങ്ങളുടെ ശരീരത്തിൽ വെളിപ്പെടേണ്ടതിന് യേശുവിൻ്റെ മരണം ശരീരത്തിൽ എപ്പോഴും വഹിക്കുന്നു. ഞങ്ങളുടെ മർത്യ ശരീരത്തിൽ യേശുവിൻ്റെ ജീവൻ വെളിപ്പെടേണ്ടതിന് ജീവിച്ചിരിക്കാൻ ഞങ്ങൾ എല്ലായ്പ്പോഴും യേശു നിമിത്തം മരണത്തിന് ഏൽപ്പിക്കപ്പെടുന്നു. അങ്ങനെ ഞങ്ങളിൽ മരണവും നിങ്ങളിൽ ജീവനും വ്യാപരിക്കുന്നു. ഇവിടെ അപ്പോസ്തലനായ പൗലോസ് പറഞ്ഞ ഈ അത്യന്ത ശക്തി ഞങ്ങളുടെ മൺകൂടാരങ്ങളിലാണ് ഞങ്ങൾ വഹിക്കുന്നത്. ഇതൊരു മൺകൂടാരമാണ്, നമ്മളത് മനസ്സിലാക്കണം. ഈ കൂടാരത്തിലാണ് ഈ അത്യന്ത ശക്തി വഹിക്കുന്നത്. ഇവിടെ പറഞ്ഞൊരു കാര്യം, ഞങ്ങൾ ബുദ്ധിമുട്ട് അനുഭവിക്കുന്നവർ എങ്കിലും ഞങ്ങൾ ഇടുങ്ങിയിരിക്കുന്നില്ല, ഞങ്ങൾക്ക് ഇടുക്കമില്ല. ഞങ്ങൾ ബുദ്ധിമുട്ട് അനുഭവിക്കുന്നെങ്കിലും ഞങ്ങൾ ബുദ്ധിമുട്ടിലിരിക്കുന്നവരെ പൗലോസ് വേറെ സ്ഥലത്ത് പറഞ്ഞ് ഞാൻ കഷ്ടം അനുഭവിക്കുന്നെങ്കിലും ആ കഷ്ടത്തിലൂടെ ഞങ്ങൾ ദൈവത്തിൽ നിന്ന് ആശ്വാസം പ്രാപിച്ച് മറ്റുള്ളവരെ ആശ്വസിപ്പിക്കുവാൻ തക്കോണം പൗലോസിന് കഴിഞ്ഞു. അപ്പം നമ്മൾ കഷ്ടങ്ങളിലൂടെ കടത്തിവിടുന്നതിന് കാരണം ഈ മറ്റ് കഷ്ടങ്ങളിലൂടെ കടന്നു പോകുന്നവരെ ആശ്വസിപ്പിക്കുവാൻ തക്കോണം നമ്മൾ എന്ത് ചെയ്യണം? ദൈവത്തിൽ നിന്ന് ആശ്വാസം പ്രാപിക്കണം. അവിടെ നമ്മൾ തകർച്ച അനുഭവിക്കണം, അവിടെ നമ്മൾ ഞുറുക്കം അനുഭവിക്കണം, നമ്മുടെ സ്വയം ഇല്ലാതായി തീരണം. നമ്മളെല്ലാവരിലും മൂലമായി കിടക്കുന്ന ഒരു സ്വയമുണ്ട്, ഞാൻ എന്നുള്ളൊരു ഭാവമുണ്ട്. ഇതിനെ തകർത്ത് കളയാതെ ദൈവത്തിന് നമ്മളെ എടുത്ത് ഉപയോഗിക്കാനായിട്ട് കഴിയത്തില്ല. കാരണം ദൈവത്തിന് നമ്മളിലൂടെയൊക്കെ ഒരു പ്രവൃത്തി ചെയ്യണമെന്ന് ആഗ്രഹിക്കുന്നുണ്ട്. പക്ഷേ ആ ദൈവം ആഗ്രഹിക്കുന്ന നിലയിൽ നമ്മളാരും പരുവായി തീർന്നിട്ടില്ലെന്നുള്ള സത്യം. അതിനുവേണ്ടിയാണ് ദൈവം വചന ശുശ്രൂഷകളിലൂടെ കൂട്ടായ്മകളിലൂടെ ഒക്കെ നമ്മളെ കടത്തിവിടുന്നത്. നമുക്കറിയാം, നമ്മൾ ഒരു ഹോസ്പിറ്റലിൽ ചെന്ന് നോക്കി അറിയാം, വിവിധ തരങ്ങളിലുള്ള രോഗികൾ ആ ഹോസ്പിറ്റലുള്ളത് അല്ലേ. പല തരത്തിലുള്ള രോഗികളുണ്ട്. അവർക്ക് ആവശ്യത്തിനുള്ള ഓരോ ഡോക്ടർമാരും ഉണ്ട്, ചികിത്സകളും അവിടെ നടക്കുന്നുണ്ട്. നമ്മളെല്ലാം ഇന്ന് ദൈവത്തിൻ്റെ സഭയെന്ന് പറഞ്ഞാൽ ഞാൻ പലപ്പോഴും കണക്കാക്കുന്ന ഒരു ഹോസ്പിറ്റലിന് തുല്യമാണ്. കാരണം വിവിധ നിലകളിലുള്ള രോഗികളാണ് നമ്മൾ. ചിലർക്ക് കോപമായിരിക്കാം, ചിലർക്ക് മോഹമായിരിക്കാം, ചിലർക്ക് ദ്രവ്യാഹീനമായിരിക്കാം, ചിലർക്ക് പകയായിരിക്കാം, അസൂയായിരിക്കാം, സ്വാർത്ഥതയായിരിക്കാം. നമ്മൾ രക്ഷിക്കപ്പെടുന്നുള്ള സത്യമാണ്, പരിശുദ്ധാത്മാവിനെ നമുക്ക് ലഭിച്ചു എന്നുള്ള സത്യമാണ്. സഹോദരന്മാരെ, നമ്മുടെ അനുദിന ജീവിതത്തിൽ നമ്മളെ തന്നെ നമ്മൾ ഏൽപ്പിച്ചു കൊടുക്കുന്ന അനുസരിച്ച് പരിശുദ്ധാത്മാവിനെ ഞാൻ എത്രത്തോളം വിധേയപ്പെടുന്നോ, എത്രത്തോളം കീഴടങ്ങുന്നോ, അതനുസരിച്ചാണ് ദൈവം തൻ്റെ ശക്തിയും അവിടുത്തെ കൃപയും എൻ്റെ മേൽ ചൊരിയുന്നത്. അതിന് ഞാൻ എത്രത്തോളം ഏൽപ്പിച്ചു കൊടുക്കുന്നോ അതിനോട് ഞാൻ മറുതലിച്ച് നിൽക്കുകയാണ്. ദൈവത്തിന് ഒരു പരിധി കൂടുതൽ എന്നെ ചെയ്യാനായിട്ട് കഴിയില്ല. ചിലപ്പോൾ നമ്മൾ 20 വർഷമായവരുണ്ട്, 30 വർഷമായവരുണ്ട്. പല മേഖലകളിലും ദൈവം ആഗ്രഹിക്കുന്ന നിലയിൽ ഇന്ന് ആ ഫലപ്രാപ്തിയിലേക്ക് വരാൻ കഴിയുന്നില്ല. പക്ഷേ നമുക്ക് നിരാശപ്പെടേണ്ട ആവശ്യമില്ല. പൗലോസ് പറഞ്ഞൊരു കാര്യം, ഞങ്ങൾ വീണ് കിടക്കുന്നവരെങ്കിൽ ഞങ്ങൾ നിരാശപ്പെടുന്നില്ല. പല വിധത്തിൽ നമുക്ക് വീഴ്ചകളുണ്ടായിരിക്കാം, പക്ഷെ ആ വീഴ്ച ഓർത്ത് നിരാശപ്പെടുകയല്ല ചെയ്യേണ്ടത്. ആ വീഴ്ച ഓർത്ത് നമ്മൾ അനുദപിക്കണം, മാനസാന്തരപ്പെടണം, നമ്മൾ ദൈവത്തോട് അടുക്കണം. നമ്മൾ ഇന്ന് കേട്ടതുപോലെ മാനസാന്തരപ്പെട്ട ആദ്യത്തെ പ്രവൃത്തി നമ്മൾ ചെയ്യണം. ആ ദൈവത്തോടുള്ള സ്നേഹത്തിലേക്ക് നമ്മൾ കടന്നു വരണം. അതാണ് ദൈവം നമ്മളെക്കുറിച്ച് ആഗ്രഹിക്കുന്ന കാര്യം. അങ്ങനെ നമ്മുടെ ജീവിതത്തിൽ എല്ലാ മേഖലകളിലും ദൈവം നമ്മളെക്കുറിച്ച് ആഗ്രഹിക്കുന്ന കാര്യം നമ്മളെ തകർക്കുക. നമ്മൾ യോഹന്നാന്റെ സുവിശേഷം 12-ാം അധ്യായം അതിൻ്റെ 23-ാമത്തെ വാക്യം നമുക്കൊന്ന് വായിക്കാം. 12-ന്റെ-23. 12-ാം അധ്യായം അതിൻ്റെ 23-ാമത്തെ വാക്യം. അവിടെ ഇങ്ങനെ വായിക്കുന്നത്, യേശു
അവരോട് ഉത്തരം പറഞ്ഞത്, മനുഷ്യപുത്രൻ തേജസ്കരിക്കപ്പെടുവാനുള്ള നാഴിക വന്നിരിക്കുന്നു. ആമേൻ ആമേൻ, ഞാൻ നിങ്ങളോട് പറയുന്നു, കോതമ്പോണി നിലത്ത് വീണ് ചാകുന്നില്ലെങ്കിൽ അത് തനിയെ ഇരിക്കുന്നു, ചത്തുവെങ്കിലോ വളരെ വിളവുണ്ടാകും. തൻ്റെ ജീവനെ സ്നേഹിക്കുന്നവൻ അതിനെ കളയും, ഇഹലോകത്തിൽ തൻ്റെ ജീവനെ പകയ്ക്കുന്നവൻ അതിനെ നിത്യജീവനായി സൂക്ഷിക്കും. ഇവിടെ യേശു ക്രിസ്തു പറഞ്ഞ്, ഞാൻ 23 പറഞ്ഞ് യേശു അവരോട് പറഞ്ഞത് മനുഷ്യപുത്രൻ തേജസ്കരിക്കപ്പെടുവാനുള്ള നാഴിക വന്നിരിക്കുന്നു. ഇവിടെ യേശുവിന് തേജസ്കരിക്കപ്പെടുവാനായിട്ട് ഒരു മരണം ആവശ്യമായിരുന്നെങ്കിൽ സഹോദരന്മാരെ, നമ്മുടെയും ജീവിതത്തിൽ അവിടുന്ന് തേജസ്കരിക്കപ്പെടണമെന്നുണ്ടെങ്കിൽ ഒരു മരണം അനുഭവിക്കേണ്ട ആവശ്യമുണ്ട്. ഇവിടെ പറഞ്ഞിരിക്കുന്നത് കോതമ്പോണി നിലത്ത് വീണ് ചാകുന്നില്ലെങ്കിൽ അത് തനിയെ ഇരിക്കുന്നു. നമുക്കറിയാം, ഒരു വിത്ത് വിതയ്ക്കാനായിട്ട് നമ്മൾ നിലത്തിടുന്നു. ഒരു നെൽവിത്തായിരിക്കട്ടെ. ഞങ്ങൾക്ക് പണ്ട് പാലക്കാട് സമയത്ത് കുറച്ച് വയലുണ്ടായിരുന്നു. ഞാൻ കണ്ടിട്ടുണ്ട്, ഞങ്ങൾ ഈ നെല്ല് വിതയ്ക്കുന്ന സമയത്ത് നല്ല ആദ്യത്തെ മഴയ്ക്കാണ് വിതയ്ക്കുന്നത്. പക്ഷേ ആ സമയത്ത് ഒരു മഴയൊക്കെ പെയ്യുള്ളൂ, പിന്നെ ഒരു 10 ദിവസം കഴിഞ്ഞിട്ടേ മഴ പെയ്യുള്ളൂ. ഈ 10 ദിവസം വരെ ഈ വിത്ത് അനുഭവിക്കുന്ന സമ്മർദ്ദം ചെറുതല്ല, വലുതാണ്. കാരണം ഇതിൻ്റെ ഈ പുറന്തോടൊന്ന് പൊട്ടണം, ഇതിൻ്റെ ആ മുള വെളിയിലേക്ക് വരണമെങ്കിൽ, ഈ പുറന്തോട് പൊട്ടണമെന്നുണ്ടെങ്കിൽ അവിടെ നിന്ന് ഒത്തിരി സമ്മർദ്ദം അനുഭവിക്കണം. ഇതേപോലെ നമ്മളും കടന്നു പോകേണ്ട വഴികളുണ്ട്. കാരണം നമ്മൾ ദൈവത്തിൻ്റെ ജീവൻ പുറത്തേക്ക് വരണം. ദൈവത്തിൻ്റെ ജീവൻ പുറത്തേക്ക് വരണമെങ്കിൽ നമ്മുടെ ജഡമാകുന്ന ഈ പുറന്തോട് പൊട്ടാതെ കഴിയത്തില്ല. കാരണം യേശുവിന് തേജസ്കരിക്കപ്പെടണമെങ്കിൽ ഈ അവസ്ഥയിലൂടെ കടന്നു പോകാൻ ആവശ്യമായിരുന്നെങ്കിൽ എന്തിനായിരുന്നു? അനേക സഹോദരന്മാരെ തേജസ്സിലേക്ക് നയിക്കേണ്ടതിന് അവരുടെ രക്ഷാനായകൻ അനേക കഷ്ടാനുഭവങ്ങളുടെ കടന്നു പോകേണ്ടത് യുക്തമായിരുന്നു. നമ്മളെ തേജസ്സിലേക്ക് നയിക്കേണ്ടതിനായിരുന്നു യേശു ഈ കഷ്ടം സഹിച്ചത്. കാരണം ഞാൻ നേരത്തെ പറഞ്ഞല്ലോ, നമുക്ക് നഷ്ടപ്പെട്ടു പോയ ആ ദൈവത്തിൻ്റെ തേജസ് നമുക്ക് തിരികെ ലഭിക്കണം. ആ തിരികെ ലഭിക്കുന്നത് ഒരു ഉപായ രൂപത്തിലല്ല. അവനോടുകൂടെ നമ്മൾ റോമാനത്തിൽ വായിക്കുന്ന അവനോടുകൂടെ അവനോടുകൂടി നമ്മൾ തേജസ്കരിക്കപ്പെടേണ്ടതിന് അവനോടുകൂടെ നമ്മൾ കഷ്ടമനുഭവിക്കേണ്ടത് ആവശ്യമാണ്. അപ്പം നമുക്ക് കഷ്ടത്തിൻ്റെ ആവശ്യമുണ്ട്. നമുക്ക് ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവിനെ നമുക്ക് തന്നെന്തിനാ? പൗലോസ് അപ്പോസ്തലൻ പറഞ്ഞു, അയ്യോ ഞാൻ അരിഷ്ട മനുഷ്യൻ. ദൈവത്തിൻ്റെ വേണ്ടി വായിക്കുന്നു, ഇങ്ങനെ വായിക്കുന്നത്, നീതിമാന്റെ ഹൃദയം ബിലാപ ഭവനത്തിലിരിക്കുന്നു. എന്ന് വെച്ചാൽ നമ്മൾ സാധാരണ മരിച്ചവരുടെ വീട്ടിലാണ് ബിലാപം കണ്ടിട്ടുള്ളത്. യഥാർത്ഥത്തിൽ നീതിമാന്റെ ഹൃദയം ബിലാപ ഭവനത്തിൽ ഇരിക്കുക എന്ന് പറഞ്ഞാൽ നിരന്തരം ഒരു നിലവിളി നമ്മുടെ ഹൃദയത്തിലുണ്ടാവും. ദൈവത്തിൻ്റെ സ്വഭാവത്തോട് അനുരൂപരായി തീരുവാൻ അതിന് കഴിയാത്ത പല കാര്യങ്ങൾ നമ്മുടെ ഉള്ളിൽ കാണുന്നു. അതിൽ നിന്നുള്ള വിടുതലിന് വേണ്ടി ഒരു കരച്ചിൽ, ഒരു നിലവിളി നമ്മളിൽ ഉണ്ടായിരിക്കണം. ഇത് നമ്മൾ ഉണ്ടാകുന്നുണ്ടോ? ഞാൻ കർത്താവ് പറഞ്ഞൊരു കാര്യം, ഇതിൻ്റെ കൃപാഷത്തിൽ പറഞ്ഞൊരു കാര്യമുണ്ട്, ആത്മാവിൽ ദരിദ്രന്മാർ ഭാഗ്യവാന്മാർ. ഭൂമിയിലെ ദരിദ്രന്മാരല്ല. അതാരോടെ പറഞ്ഞത്? പുരുഷാരത്തോടൊന്നുമല്ല പറഞ്ഞത്, ശിഷ്യന്മാരോടെ പറഞ്ഞത്. ശിഷ്യന്മാരാകാൻ ആഗ്രഹിക്കുന്ന നമ്മളിൽ ആ അനുഭവം ഉണ്ടായിരിക്കണം. ഇല്ലെങ്കിൽ നമുക്ക് അവിടുത്തെ ശിഷ്യനായിരിക്കാൻ്റെ കഴിയുക. ഇവിടെ പറഞ്ഞിരിക്കുന്നത്, തൻ്റെ ജീവനെ കളയുന്നതിന് മാത്രമേ ആ നിത്യജീവൻ പ്രാപിക്കാൻ കഴിയുള്ളൂ. നമുക്കിങ്ങനെയാണ് പണ്ട് കാരണവന്മാർ പറയാറുണ്ട്, അതായത് ഉത്തരത്തിലിരിക്കുന്ന എടുക്കുകയും വേണം, കഷത്തിലിരിക്കുന്ന പോകാനും പാടില്ല. നമുക്ക് നിത്യത ലഭിക്കണമെന്നുണ്ടെങ്കിൽ സഹോദരന്മാരെ ഒരു കാര്യം ഞാൻ പറയാം, നമ്മുടെ ഈ സ്വന്തം ജീവനെ നമ്മൾ ത്യജിക്കുവാൻ മനസ്സുള്ളവരാണെങ്കിൽ മാത്രമേ നിത്യജീവൻ നമുക്ക് പ്രാപിക്കാനായിട്ട് കഴിയുള്ളൂ. നിത്യജീവൻ യേശുവിലുണ്ട്. നമ്മൾ അതിനായിട്ടാണ് നമ്മളെ വിളിച്ചിരിക്കുന്നത്. നമ്മളെ വിളിച്ച് തൻ്റെ പുത്രൻ്റെ സ്വരൂപത്തോട് അനുരൂപരായി തീരാനായിട്ടാണ്. അതിൽ കുറഞ്ഞ യാതൊരു കാര്യം കൊണ്ടും പിതാവ് തൃപ്തിപ്പെടത്തില്ല. കാരണം നമ്മുടെ ജീവിതത്തിൽ നമ്മളെ കടത്തിവിടുന്നതിൻ്റെ ഏക ലക്ഷ്യം ആ ഒരു കാര്യം മാത്രമാണ്. അതായത് പുത്രനെ പോലെ ഞാൻ ആയിത്തീരുന്നുണ്ടോ എന്നാണ് ഓരോ പരീക്ഷകളിലൂടെ എന്നെ നോക്കുന്നത്. ആയിത്തീരുന്നില്ലെങ്കിൽ എന്നെ വീണ്ടും പരീക്ഷയിലൂടെ കടത്തിവിടും. നമ്മൾ ഈ ഭൂമിയിലായിരിക്കുന്ന സമയത്ത് അനേക പരീക്ഷകളിലൂടെ നമ്മളെ കടത്തിവിടും. നമ്മൾ യോഹന്നാൻ്റെ സുവിശേഷം 6 അധ്യായത്തിലൊരു കാര്യം നമ്മൾ വായിക്കുന്നു. 6ന്റെ 63 വാക്യം ഇങ്ങനെ വായിക്കുന്നത്, ജീവിപ്പിക്കുന്നത് ആത്മാവാകുന്നു, മാംസം ഒന്നിനും ഉപകരിക്കുന്നില്ല. ഞാൻ നിങ്ങളോട് സംസാരിച്ച വചനങ്ങൾ ആത്മാവും ജീവനുമാകുന്നു. അവിടെ പറയുന്നത് ജീവിപ്പിക്കുന്നത് ആത്മാവാകുന്നു. ഞാൻ നിങ്ങളോട് സംസാരിച്ച വചനം ജീവനും ആത്മാവുമാകുന്നു. ഈ വചനത്തിന് ജീവനുണ്ട്. നമ്മുടെ ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവിനാൽ നിയന്ത്രിക്കപ്പെട്ടവരായിത്തീരണം. നമ്മുടെ ജീവിതത്തിലെ എല്ലാ മേഖലകളിലും നമ്മുടെ സ്വന്തം ഇഷ്ടങ്ങൾക്ക് പോരാടാതെ സ്വന്തം ഇഷ്ടങ്ങൾക്ക് മരിക്കാൻ തയ്യാറാണെങ്കിൽ മാത്രമേ ദൈവത്തിൻ്റെ ജീവൻ നമുക്ക് പ്രാപിക്കാനായിട്ട് കഴിയത്തുള്ളൂ. ഇവിടെ അതാ പൗലോസ് അപ്പോസ്തലൻ ആഗ്രഹിക്കുന്ന എഫേസ് സഭയിലുള്ള വിശ്വാസികൾക്ക് വേണ്ടിയുള്ള പൗലോസിൻ്റെ പ്രാർത്ഥനയാണ് 3:16 നമ്മൾ വായിക്കുന്നത്. അതിൻ്റെ താഴോട്ട് വായിക്കുന്നത്,
ഇങ്ങനെയാണ് നമ്മൾ ചിന്തിക്കണം. നമ്മൾ ഇന്ന് കേട്ടതുപോലെ 3 വർഷം ഏറ്റവും കൂടുതൽ അവിടെ ആ സഭയിലാണ് പൗലോസ് അപ്പോസ്തലൻ ഏറ്റവും കൂടുതൽ ഇരുന്നത്. പൗലോസ് പ്രാർത്ഥിക്കുന്നത് ഇങ്ങനെയാണ്, അവിടെ അവർക്ക് വേണ്ടി പ്രാർത്ഥിച്ചത്. അതായത് ആത്മാവിനാൽ നിങ്ങളുടെ അകത്തെ മനുഷ്യനെ സമൃദ്ധി ശക്തിയോടെ ബലപ്പെടണം, ക്രിസ്തു വിശ്വാസ നിങ്ങളുടെ ഹൃദയങ്ങളിൽ വസിക്കേണ്ടതിന് വരം നൽകണം എന്ന് നിങ്ങൾ സ്നേഹത്തിൽ വേരൂന്നി അടിസ്ഥാനപ്പെട്ട് വീതി നീളവും ഉയരവും ആഴവും എന്തെന്ന് സകല വിശുദ്ധന്മാരോട് ഗ്രഹിപ്പാൻ പരിജ്ഞാനത്തെ കവിയുന്ന ക്രിസ്തുവിൻ്റെ സ്നേഹത്തെ അറിയുവാൻ പ്രാപ്തരാക്കുകയും ദൈവത്തിൻ്റെ എല്ലാ നിറവോളം നിറഞ്ഞു വരികയും വേണം. അതിനാണ് പ്രാർത്ഥിക്കുന്നത്. അതായത് ക്രിസ്തു എന്ന സ്ഥലയോളം നമ്മൾ സകല കാര്യത്തിലും നിറഞ്ഞു വരുന്നവരായിരിക്കണം. അതായത് ഗുരുവിനോളം ആകുന്ന ശിഷ്യൻ മതി, ശിഷ്യൻ ഒരിക്കലും ഗുരുവിൻ്റെ മീതെ ആകാനും പാടില്ല. അപ്പോൾ ക്രിസ്തുവിൻ്റെ, അതായത് തൻ്റെ പുത്രൻ്റെ സ്വരൂപത്തോട് അനുരൂപരായി തീരുക, അല്ലെങ്കിൽ അവിടുത്തെ എല്ലാ നിറവോളം നമ്മൾ പ്രാപിച്ച് അവിടുന്ന് വളർന്നു വരണം. അതിനാണ് നമ്മൾ കൂടി വരുന്നതും നമ്മൾ ദൈവത്തിൻ്റെ വചനം കേൾക്കുന്നതും. നമ്മളെ തന്നെ ശോധന ചെയ്യണം. ഓരോ പരീക്ഷകളിലൂടെ എനിക്ക് ക്രിസ്തുവിൻ്റെ സ്വഭാവത്തോട് അനുരൂപരായി തീരാനാണോ കഴിയുന്നത്, അതോ ഞാൻ പരാതിപ്പെട്ട് പിറുപിറുത്ത് അവിടുത്തെ കയ്യിൽ നിന്ന് കുതറിപ്പോകുന്ന അനുഭവമാണോ? കഷ്ടങ്ങളിലൂടെ ദൈവം ആഗ്രഹിക്കുന്ന ഒരു കാര്യം സഹോദരന്മാരെ, ഈ ഒരു കാര്യം മാത്രമാണ്. കഷ്ടങ്ങളിലൂടെ മാത്രമാണ് നമുക്ക് തേജസ്സിൻ്റെ വഴിയിലേക്ക് കടന്ന് അപ്പോസ്തലനായ പൗലോസ് അപ്പോസ്തല പ്രവൃത്തിയിലെ ശിഷ്യന്മാരുടെ മനസ്സുറപ്പിക്കുന്ന അനേക കഷ്ടങ്ങളിലൂടെ മാത്രമേ നമുക്ക് ദൈവരാജ്യത്തിൽ പ്രവേശിക്കാനായിട്ട് കഴിയത്തുള്ളൂ. കാരണം ഇന്ന് നമുക്കറിയാം, കഷ്ടങ്ങളെ വളരെ ലഘൂകരിച്ച് പഠിപ്പിക്കുന്ന ആത്മീയ കോളം നമുക്ക് ചുറ്റുമുണ്ട്. അതിൻ്റെ കാരണം എന്താണെന്ന് ചോദിച്ചാൽ, ഇന്ന് ബ്രദർ പറഞ്ഞതുപോലെ തന്നെ സഭയിൽ നിന്ന് ആരും പോകരുത്, സഭയുടെ എണ്ണം കുറയരുത്, മെമ്പർമാർ കുറയരുത്. അതുകൊണ്ട് പൗലോസ് അപ്പോസ്തലൻ പറഞ്ഞൊരു കാര്യമുണ്ട്, ഞങ്ങൾ മനുഷ്യനെ പ്രസാദിപ്പിക്കുന്നെങ്കിൽ ഞങ്ങൾ ക്രിസ്തുവിൻ്റെ ദാസന്മാരല്ല. മനുഷ്യനെ പ്രസാദിപ്പിക്കാനല്ല ദൈവം നമ്മളെ വിളിച്ചിരിക്കുന്നത് ദൈവത്തെ പ്രസാദിപ്പിക്കാനായിട്ടാണ്. അതുകൊണ്ട് നമ്മൾ ചെയ്യേണ്ട ഒരു കാര്യം, യഥാർത്ഥത്തിൽ ദൈവത്തിൻ്റെ വചനത്തെ നമ്മൾ ലഘൂകരിച്ച് പഠിപ്പിക്കുവാനായിട്ടോ നമുക്ക് ലഘൂകരിച്ച് അനുസരിക്കാനായിട്ടോ കഴിയത്തില്ല. അങ്ങനെ ആണെങ്കിൽ, ഞാൻ പലപ്പോഴും ചിന്തിക്കുന്നത്, അങ്ങനെ ആണെങ്കിൽ ഞാൻ ഈ വഴിക്ക് വരേണ്ട ഒരു ആവശ്യം എനിക്കില്ല. കാരണം എനിക്ക് ലോകവും വേണം, ദൈവവും വേണം. അങ്ങനെയാണ് എനിക്ക് ലോകത്ത് ജീവിച്ചാൽ പോരെ. നമ്മൾ ദേശത്തിൽ വന്നിരിക്കുന്നതിൻ്റെ കാരണം, നമ്മളെ വീണ്ടും ജനിപ്പിച്ചതിൻ്റെ കാരണം, ദൈവത്തിൻ്റെ മക്കളെന്ന പദവിയോടുകൂടി കർത്താവായ യേശു ക്രിസ്തു പറഞ്ഞൊരു കാര്യമുണ്ട്. താൻ സുവിശേഷത്തിൽ പറഞ്ഞ മെയിൻ വിഷയം ദൈവരാജ്യം സമീപിച്ചിരിക്കുക. ദൈവരാജ്യം എന്ന് പറഞ്ഞാൽ എന്താ? യഥാർത്ഥത്തിൽ ദൈവരാജ്യം ഭക്ഷണവും പാനീയവുമല്ല, നീതിയും സമാധാനവും പരിശുദ്ധാത്മാവിലുള്ള സന്തോഷവും. ഇത് നമ്മുടെ ദൈനംദിന ജീവിതത്തിൽ നമ്മൾ ദൈവരാജ്യത്തിൻ്റെ ഒരു പ്രതീതികളായിട്ടാണ് നമ്മൾ ഈ ഭൂമിയിൽ ആക്കിയിരിക്കുന്നത്. അപ്പം ഈ അനുഭവത്തിലൂടെ നമ്മൾ ജീവിക്കണം. അതിന് തടസ്സമായി നിൽക്കുന്നത് നമ്മുടെ സഭയിലുള്ള സഹോദരന്മാരല്ല, നമ്മുടെ കുടുംബത്തിലുള്ള ഭാര്യയാകട്ടെ, ഭർത്താവാകട്ടെ, മക്കളാകട്ടെ, അയലോക്കാരുടെ ആരുമല്ല. നമ്മളെ ദൈവത്തിൻ്റെ ജീവൻ പുറത്തു കൊണ്ടുവരാതെ തടസ്സപ്പെടുത്തി നിർത്തുന്ന നമ്മുടെ ആത്മാവിൻ്റെ ഏറ്റവും വലിയ ശത്രു ജഡമാണെന്നുള്ളത് നമ്മൾ മനസ്സിലാക്കിക്കൊണ്ട് അതുകൊണ്ട് പറയുക, നമുക്ക് പോരാട്ടമുള്ള ജഡത്തോടും ലോകത്തോടും പിശാചിനോടും. ഈ 3 കാര്യത്തോട് നമുക്ക് പോരാട്ടമുള്ള ഈ ജഡത്തെ നമ്മൾ ഒരിക്കലും താലോലിക്കരുത്. നമ്മൾ പഴയ നിയമത്തിലൊക്കെ വായിക്കുമ്പോൾ ഒരു വാക്കിങ്ങനെ പറഞ്ഞ, അമാലേക്കിൻ്റെ ഓർമ്മ ആകാശത്തിൻ്റെ കീഴിൽ നിന്ന് മായ്ച്ചു കളയണമെന്ന് ശൗൽ രാജാവിനോട് പറഞ്ഞു. ശൗൽ എന്ത് ചെയ്തു? മേൽത്തരമായ ചിലതിനെ കൊണ്ടുവന്നു. എന്നിട്ട് നാഥാൻ പ്രവാചകനോട് പറഞ്ഞൊരു കാര്യം എന്താ? ഇതിൻ്റെ കാളയുടെ ആടിൻ്റെയൊക്കെ മുക്കറ കേട്ട് പറഞ്ഞ, ഇത് യഹോവയ്ക്ക് യാം കഴിക്കാൻ കൊണ്ടുവന്ന. ദൈവം പറഞ്ഞ, ആകാശത്തിൻ്റെ കീഴിൽ അമാലേക്കിൻ്റെ ഓർമ്മ മായ്ച്ചു കളന്ന് പറഞ്ഞ, ജഡത്തിലുള്ള ഒന്നും നമ്മൾ വെച്ചേക്കരുത്. അതെന്തുവാട്ടെ. ചിലപ്പോൾ നമ്മുടെ കുഞ്ഞുങ്ങളൊക്കെ ചെറുപ്പത്തിൽ കോപിക്കുമ്പോൾ, അവൻ ചെറുപ്പത്തിൽ ഭയങ്കര കോപമാണ്, അതൊന്നും പറഞ്ഞ് അവനെ ഉത്സാഹിപ്പിക്കരുത്. നമ്മുടെ ജീവിതത്തിലും കോപത്തെ കാണുമ്പം പാപത്തോട് ഒരു ദാക്ഷിണ്യം കൂടാതെ ഞാൻ എന്നോട് തന്നെ എതിർത്ത് നിൽക്കുന്നവനായിരിക്കണം. എൻ്റെ ജീവിതത്തിൽ ദൈവത്തിന് വിരുദ്ധമായി പോകുന്ന, നമ്മളിത് കേട്ടു, ദൈവത്തിന് വിരുദ്ധമായി പോകുന്ന പാപം എന്ന് പറഞ്ഞാൽ മദ്യപിക്കുന്നതോ തിയേറ്ററിൽ പോയി പടം കാണുന്നതോ മറ്റു കാര്യങ്ങളൊന്നും മാത്രമല്ല. അതായത് ദൈവത്തിൻ്റെ ഹിതത്തിന് വിരുദ്ധമായതെല്ലാം പാപമാണെന്ന് ദൈവത്തിൻ്റെ വചനം വളരെ വ്യക്തമായിട്ട് പറയുന്നുണ്ട്. അങ്ങനെയാണ് ദൈവത്തിന് വിരുദ്ധമായ എല്ലാ കാര്യത്തോടും നമ്മൾ ആത്മാവിൽ എതിർത്ത് നിൽക്കേണ്ട ആവശ്യമുണ്ട്. അപ്പോസ്തലനായ പൗലോസ് പറഞ്ഞ, ഏത് വിചാരത്തെ ഞാൻ ക്രിസ്തുവിനുള്ള അനുസരണത്തിനായി പിടിച്ചടക്കുന്നു. അതുകൊണ്ട് ഞാൻ തന്നെ കൊള്ളാത്തവനായി പോകാതിരിപ്പാൻ എൻ്റെ ശരീരത്തെ ഞാൻ ദണ്ഡിപ്പിച്ച് അടിമയാക്കേണ്ട ആവശ്യമുണ്ട്. എന്തിന്? പരിശുദ്ധാത്മാവിൻ്റെ നിയന്ത്രണത്തിൽ, വിധേയത്തിൽ എന്നെ തന്നെ ഏൽപ്പിച്ചു കൊടുക്കേണ്ട ആവശ്യമുണ്ട്. പരിശുദ്ധാത്മാവിനെ അനുസരിച്ചാണ് ദൈവത്തിൻ്റെ വചനത്തിൽ വായിക്കുന്നു, ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് നമ്മളിൽ വസിക്കുന്നുവെങ്കിൽ നമ്മൾ ജഡസ്വഭാവമുള്ളവരല്ല,
ആത്മസ്വഭാവമുള്ളവർ അത്രയെന്ന് ദൈവത്തിന് വേണ്ടി വായിക്കുന്നു. നമ്മളെ തമ്മിൽ നമുക്ക് ഏൽപ്പിച്ചു കൊടുക്കാം. ദൈവം നമ്മളെ ഈ വചനത്താൽ എന്നെ നിങ്ങളെ സഹായിക്കുമാറാട്ടെ. ആമേൻ.